ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് ലൈസ് ബിറ്റ്വീൻ π/2 to 3π/4. ദെൻ കോസ് ഇൻവേഴ്സ് ഓഫ് 12/13 ഇൻറ്റു കോസ് എക്സ് പ്ലസ് 5/13 ഇൻറ്റു സൈൻ എക്സ് ആണ്. ഇതിൽ നമ്മൾ ആദ്യം ഈ 12/13 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതുപോലെ 5/13 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇപ്പം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഇപ്പോൾ ഇതിനകത്ത് കോസ് എ കോസ് ബി എന്താണ് കോസ് ഇൻവേഴ്സ് കോസ് തമ്മിൽ ക്യാൻസൽ ആയി പോകണം. കോസ് ഇൻവേഴ്സ് കോസ് തമ്മിൽ ക്യാൻസൽ ആക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. വിതിൻ ദി റേഞ്ച് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കോസ് എന്ന് അസ്യൂം ചെയ്യുക, ഇതിന് സൈൻ അസ്യൂം ചെയ്യുക. അപ്പോൾ നോക്കടാ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എസ് എൻ ബി കോസ് എ മൈനസ് ബി ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 12/13 എടുക്കുക. അതുപോലെ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്തായാലും എടുക്കുക. സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 5/13 എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടാൻ ആൽഫ പെട്ടെന്ന് പറയാൻ പറ്റും. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസിനാണ്. ദാറ്റ് വിൽ ബി 5/12. ടാൻ ആൽഫ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ടാൻ ആൽഫ. ഓക്കെ, അത് നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 12/13 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദിസ് 12/13 ആൻഡ് 5/13? 12/13 എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. അപ്പോൾ ഇത് കോസ് ആൽഫയായി. ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി, പ്ലസ് 5/13 എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫയാണ്. അപ്പോൾ സൈൻ ആൽഫ എഴുതി, ഇൻറ്റു സൈൻ എക്സ് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, ഇത് ഏത് ഫോമിലാണ്? കോസ് എ കോസ് ബി. എന്താണ്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അവിടെ എയും ബി ഒക്കെ സെയിം ആയിരിക്കണം കേട്ടോ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് ബി ആണ്. കോസ് ആൽഫ മൈനസ് എക്സ് എന്നാണ് വരുന്നത് അല്ലേ? കോസ് ഓഫ് എന്ത് വരുന്നു? ആൽഫ മൈനസ് എക്സ്, അല്ലെങ്കിൽ എക്സ് മൈനസ് ആൽഫ എന്ന് എഴുതിയാലും മതി. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഓക്കെ, ആൽഫ മൈനസ് എക്സ് അല്ല, ഇവിടെ ആൽഫ മൈനസ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബിയിൽ നിങ്ങൾ എ ബിനെ ചേഞ്ച് ചെയ്യണം. നോക്കടാ, എ ബിനെ ഇങ്ങനെ മാറ്റി എഴുതണം. ആൻഡ് ദിസ് ഇസ് യുവർ എ, ദിസ് ഇസ് യുവർ ബി, ആൻഡ് എ ബി. ഓക്കെ, ഇപ്പോൾ കോസ് ഓഫ് എക്സ് മൈനസ് ആൽഫ, എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് എ മൈനസ് ബി ആണ്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? നോക്കടാ, എക്സ് ലൈ ചെയ്തിരിക്കുന്നത് π/2 മുതൽ എവിടെയാണ്? 3π/4 വരെയാണ്. ശരിയല്ലേ? ഇനി ആൽഫ എന്ന് പറയുന്നത് നോക്കിയേ, കോസ് ആൽഫ 12/13 ആണ്. നോക്കടാ, 12/13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ് സംതിങ് അല്ലേ? പോയിന്റ് സംതിങ് ആണ് വരിക. സോ 12/13 എന്ന് പറയുന്നത് അക്യൂട്ട് ആണ്. അതുപോലെ 5/12 എന്താണ്? അക്യൂട്ട് ആണ് വരിക. അപ്പോൾ എക്സ് ആയിട്ടുള്ള ഈ π/2 to 3π/4 എന്ന് കുറയ്ക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് വലിയ ആംഗിളാണ്, ആൽഫ എന്ന് പറയുന്നത് ചെറിയ ആംഗിളാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ മീൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻസർ കിട്ടുക. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിന് അകത്ത് വരണമല്ലോ നമ്മൾ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്യാൻ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് മസ്റ്റ് ബി ദെയർ ഇൻ ബിറ്റ്വീൻ എവിടെയാണ്? മൈനസ് π/2 to π അല്ലേ? അപ്പോൾ അതിനകത്ത് വരണം. അപ്പോൾ അതിനകത്ത് വരേണ്ടത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ എക്സ് മൈനസ് ആൽഫ എന്ന് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് മൈനസ് ആൽഫ എന്ന് കിട്ടും, എക്സ് മൈനസ് ആൽഫ എന്ന് കിട്ടും. സോ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടി. ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 ആണ്. അപ്പോൾ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക? ഓപ്ഷൻ 2 വിൽ ബി കറക്റ്റ്. അപ്പോൾ അത് വളരെ 2-3 സ്റ്റെപ്പിൽ എഴുതാനുള്ളതുള്ളൂ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. ഇനി എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/12 ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് മൈനസ്, അപ്പോൾ നോക്കാം, നിങ്ങൾ ഇൻ കേസ് ഇതിന് ആൽഫ മൈനസ് എക്സ് എന്ന് എഴുതി പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇനി ആൽഫ മൈനസ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ, ആൽഫ മൈനസ് എക്സ് എന്ന് എഴുതിയാൽ തന്നെ ആൽഫ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് ആണ് അല്ലേ? ടാൻ ഇൻവേഴ്സ് എന്ത് വരും? ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 മൈനസ് എക്സ് എന്നാണ് വരിക. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. എനിവേ, ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ.